ഹലോ, ഞാൻ സുനി സജീവ് രേവതി ബ്യൂട്ടി പാർലർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സർവ്വ നന്മയാലും ഒരു നന്മ പോലും കുറയാതെ എല്ലാവർക്കും അത് ആഗ്രഹമില്ലേ? അപ്പോൾ എന്താ ചെയ്യണ്ടേ? അതിന് അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിന്, അതോടുകൂടി സകല നന്മയും പിമ്പടാം. അപ്പം നമുക്ക് സകല നന്മയും വേണം, അനുഗ്രഹവും വേണം. അതിനാൽ നമ്മൾ പള്ളിയിൽ പോകണു, ആ പ്രേയറിന് പോകണു, ഈ പ്രേയറിന് പോകണം, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം, നമ്മൾ അനുഗ്രഹിക്കപ്പെടണം. അനുഗ്രഹം ഇഷ്ടമല്ലാത്ത ആരാ ഉള്ളത്? അപ്പോൾ നമ്മുടെ മക്കളെയൊക്കെ അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ ഒരു മക്കളെ അപ്പോൾ നമ്മുടെ മക്കളെ പെട്ടെന്ന് കൊണ്ടുപോയി അനുഗ്രഹം മേടിക്കാനൊക്കെ കൊണ്ടുപോകില്ലേ? അപ്പോൾ ഈ അനുഗ്രഹം കിട്ടണേ, എല്ലാ അനുഗ്രഹവും വേണമെങ്കിൽ നമ്മൾ ആ യേശുവിൻ്റെ ദൈവരാജ്യത്തേക്ക് കയറിയാൽ മതി. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്നാ? യേശുമ്പരാൻ ആദാം നഷ്ടപ്പെടുത്തിയ ആ ഏദൻ തോട്ടത്തിലാർന്നേ, ആ ദൈവത്തോടു കൂടിയല്ലായിരുന്നു ആദാമും ഹവ്വയും വസിച്ചുകൊണ്ടിരുന്നേ. ദൈവത്തിന് ആ കൂട്ടായ്മയും നമ്മളോടുകൂടെ വസിക്കലും വലിയ ഇഷ്ടമായിട്ടാണ് മകനെ പറഞ്ഞ് വീണ്ടും നമ്മളെ വഴിതെറ്റിപ്പോയ നമ്മുടെ പാപങ്ങളും അകത്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ വിടുവിച്ച് മകൻ്റെ രാജ്യത്തിലാക്കി വെച്ചേക്കുക. ആ യേശുക്രിസ്തുവാണ് ആ ദൈവരാജ്യത്തിലെ രാജാവ്. ആ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാലാണ് ഭരണം നടത്തുന്നത്. വചനം അവിടുത്തെ നിയമമാണ് ആ ദൈവരാജ്യത്തിലെ. അപ്പോൾ യേശു പറഞ്ഞ വചനങ്ങളെല്ലാം പാലിക്കണം, എന്നാലാണ് ദൈവരാജ്യത്തിൽ. നിയമം പാലിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുറത്താക്കൂലേ? അതുപോലെ ആണ്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പം നമ്മുടെ ക്യാരക്ടർ മാറണം. യേശു എല്ലാവരെയും സ്നേഹിക്കാൻ പറഞ്ഞാൽ സ്നേഹിക്കണം, ആരെയും ശത്രുവിനെ വരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കണം, എല്ലാവരോടും ക്ഷമിക്കണം, കാരണം ആ ബൈബിൾ വചനങ്ങളില്ലേ, അതെല്ലാം നിയമമാണ് ആ രാജ്യത്തിലെ. അപ്പം നമുക്ക് ആ ഭാഗ്യം കിട്ടട്ടെ. അതെല്ലാം പാലിച്ചാൽ നമ്മൾ ഇതെല്ലാം ക്യാരക്ടർ ആവൂലേ? ഇപ്പോൾ കണ്ടില്ലേ, നമ്മളൊക്കെ മഹാത്മാഗാന്ധിയുടെ, ഞാൻ കട്ട ഫാനാട്ടോ. മഹാത്മാഗാന്ധി, അബ്ദുൽ കലാം, ഇങ്ങനെ ഒത്തിരി ഇല്ലേ, ഇങ്ങനെ മദർ തെരേസ, അങ്ങനെ ദൂരം ഉണ്ടല്ലേ. അപ്പോൾ അവരൊക്കെ ഈ നിയമങ്ങൾ പാലിച്ചവരാണ്. അപ്പം അവരൊക്കെ ദൈവത്തിന് കീഴ്പ്പെട്ട് ദൈവം പറയണ നിയമങ്ങൾ പാലിച്ച് അത്യാഗ്രഹവും അതൊന്നും ഇല്ലാണ്ട് അപ്പം നമുക്കും ആ ദൈവരാജ്യത്തിൽ കയറി ആ ദൈവം കൂടെ നടക്കുമ്പോൾ എന്ത് സ്വസ്ഥയും സമാധാനവും സന്തോഷം അതൊക്കെ അനുഭവിച്ച സകല നന്മ അനുഭവിക്കാം. അപ്പോൾ ഇന്നത്തെ മനോഹരമായ വീഡിയോസ് ഹെയറിനെ പറ്റിയാണ്. ഇപ്പം അധികം എല്ലാവരും ഹെയറിൽ കരാട്ടിനാണ് ചെയ്യണേ. ഈ കരാട്ടിൻ എല്ലാവരും എന്നെ വിളിച്ചിട്ട് കരാട്ടിൻ ചെയ്താൽ മതി. എൻ്റെ മുടിയിൽ കരാട്ടിൻ ബോട്ടോസാ ചെയ്തതെന്ന് പറയും. ഈ കരാട്ടിൻ്റെ പേരാണ് ബോട്ടോസ, നാനോപ്ലാസ്റ്റിയ, നാനോഫോഴ്സ് പ്ലാസ്റ്റിയ, ബയോട്ടാനിസ്. പണ്ട് വേറെ ഒരെണ്ണമായിരുന്നല്ലോ ആ ഏറ്റവും ആദ്യം ചെയ്തായിരുന്നേ. അയ്യോ, കരാട്ടിന് ഇറങ്ങിയ കാലത്ത് ശേഷപ്പോൾ അത് കഴിഞ്ഞായിരുന്നു ബോട്ടോസ്. ഞാൻ അതിൻ്റെ പേര് മറന്നുപോയല്ലോ. അതിന് ഭയങ്കര നാച്ചുറൽ ലുക്കായിരുന്നു. അത് ചെയ്തിട്ട് ആൾക്കാർക്കെല്ലാം പൈസ മേടിച്ച് കഴിയുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അത് മറന്നുപോയി. അത് കഴിഞ്ഞാണ് ബോട്ടോസ് വന്നത്. കൊറോണയ്ക്കൊക്കെ മുമ്പ് നമ്മൾ ബോട്ടോസ് ആയിരുന്നു. അത് കഴിഞ്ഞ് അതിലും നല്ല റിസൾട്ടാണ് നമുക്ക് നാനോപ്ലാസ്റ്റി ചെയ്തപ്പോൾ. അത് കഴിഞ്ഞിട്ട് നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ, ബയോട്ടാനിസ് വന്നപ്പോൾ അതിലും നല്ല റിസൾട്ടാണ്. ഇതെല്ലാം അപ്ഡേറ്റ് പ്രോഡക്ട്സാണ്. കരാട്ടിൻ തന്നെയാട്ടോ ഇതെല്ലാം. അത് ഓർഗാനിക്കാണ്. അപ്പം 40 വാഷൊക്കെ കഴിയുമ്പോൾ പോകുമെന്ന് അവർ പറഞ്ഞത്. ആഴ്ച 2-3 കഴുകിയാൽ മതി. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് മുടിയൊക്കെ പോകണമെങ്കിൽ എൻ്റെ മുടിയൊക്കെ കഴിഞ്ഞ ദിവസം ചെയ്യുമ്പോൾ കൊഴിയും. അപ്പം ഞാൻ പെട്ടെന്ന് ബയോട്ടിൻ സ്റ്റോക്ക് ഉണ്ട്, കഴിക്കാൻ മറന്നോണെയാണ്. ബയോട്ടിൻ കഴിച്ചു. അപ്പോൾ ബയോട്ടിൻ 2-3 ദിവസം കഴിക്കുമ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല, വിറ്റാമിൻ ഗുളിക ഒന്നും പറ്റില്ലെങ്കിൽ ഇലക്കറികൾ അടുപ്പിച്ച് കഴിച്ചാൽ മതി. മുട്ട ഇലക്കറിയൊക്കെ പെട്ടെന്ന് ആ മുടി കൊഴിച്ചിലിന് പെട്ടെന്ന് നിൽക്കും. അതുപോലെ ABC ജ്യൂസോ. പിന്നെ നമ്മൾ ഹെൽത്ത് നമ്മൾ ചിന്തിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എത്ര നല്ല ചുരിദാറും ഡയമണ്ടും ഇതും ഒക്കെ ഇട്ടിട്ട് തന്നെ കാര്യം. നമ്മുടെ മുഖത്തേട്ട് നോക്കിയിട്ടല്ലേ ദൈവം തന്നതിനെ നമുക്ക് പ്രസക്തി കൊടുക്കേണ്ട. മുടി, സ്കിന്ന്, ഇതിൻ്റെ സൗന്ദര്യം കൂട്ടാൻ ഒരു തുണിക്കോ ഒരു സ്വർണത്തിനോ ലോകത്തുള്ള ഒന്നിനും പറ്റില്ല. ദൈവം തന്നത് വിലയേറിയതായിട്ട് കരുതണം. നമ്മളിൽ ദൈവം വസിക്കുക. അപ്പം മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തുയേശു വസിക്കണം വിശുദ്ധ മന്ദിരം നമ്മൾ. അപ്പോൾ ഇതിനെ നമ്മൾ പുറമെ, അകമാണ് ഏറ്റവും അധികം ശുദ്ധിയാകേണ്ടത്. പുറവും വേണം, മനോഹാരിത വേണം. നമ്മളൊരു വീട് പണിയുമ്പോൾ അകം മാത്രമല്ലല്ലോ മനോഹാരിത, പുറമേ ഉണ്ടല്ലോ. അപ്പോൾ പുറമെ കാണുന്നത് ഇങ്ങനെ അകത്തതിൻ്റെ റിസൾട്ടുകളാണ്. അപ്പോൾ നമ്മളെപ്പോഴും ദൈവത്തെ ആശ്രയിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടായ മുടികൊഴിച്ചിലും ഉറക്കമില്ലായ്മയും ഒക്കെ എല്ലാത്തിൻ്റെയും സൗന്ദര്യം പോകും. അപ്പോൾ നമുക്കിനി അതിമനോഹരമായ വീഡിയോസ് ഒന്ന് കാണാം. അപ്പോൾ പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലർ സമീപിക്കുക. ഹെയർ മേക്ക് ഓവർ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചെയ്യാറായിട്ട് എനിക്ക് സമയം കിട്ടാനായിട്ട് അടുത്ത ആഴ്ച ചെയ്യുക. അപ്പോൾ എന്ത് അസ്വസ്ഥയാണ്, എപ്പോഴും അയൺ ചെയ്തൊക്കെ കൊണ്ടു നടക്കുക. അപ്പോൾ പെട്ടെന്ന് രേവതി ഇതിലേക്ക് ബ്യൂട്ടി പാർലർ സന്ദർശിക്കുക. ഫേഷ്യലുകൾ എല്ലാം ഉണ്ട് കേട്ടോ. ഫേഷ്യലൊക്കെ ചെയ്യാണ്ട് പെട്ടെന്ന് മുഖത്ത് ഇത് പിഗ്മെൻറ്റേഷനൊക്കെ വന്നിട്ട് ലേസറിനൊക്കെ എന്തോ ഒരു രൂപ കൊണ്ടുവച്ചാൽ മാസത്തിലൊരു ഫേഷ്യലൊക്കെ ചെയ്യുക. സ്കിന്നൊക്കെ കറക്റ്റാക്കി ഇങ്ങനെ ചെറുപ്പക്കാർ 30 വയസ്സിൽ താഴെയുള്ളവരൊക്കെ ക്ലീനപ്പ് മതി.
30 കഴിഞ്ഞാൽ ഫേഷ്യലുകളാണ്. അത് ആ സ്കിന്നനുസരിച്ചുള്ള ഫേഷ്യലുകളൊക്കെ ചെയ്താൽ മതി. എപ്പോഴും ബ്രാൻഡ് കമ്പനിയുടെ മാത്രം ചെയ്യാൻ ഉദ്ദേശിക്കുക. കാരണം സ്കിന്നീട്ടൊക്കെ അങ്ങനെയല്ലേ പറയണത്, നല്ലത് ചെയ്യണമെന്നല്ലേ. അപ്പോൾ നമ്മൾ ബ്രാൻഡഡ് മാത്രം യൂസ് ചെയ്യണം. ബ്ലീച്ച് യൂസ് ചെയ്യണം കേട്ടോ. നമ്മുടെ കടയിൽ ഇപ്പം ബ്ലീച്ച് ഇല്ല. ബ്ലീച്ച് യൂസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയില്ല. അപ്പോൾ പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലർ വിസിറ്റ് ചെയ്യുക. ബ്രൈഡൽ മേക്കപ്പും എല്ലാം ഉണ്ട് കേട്ടോ. അടുത്ത ദിവസത്തെ ബ്രൈഡൽ മേക്കപ്പിൻ്റെയൊക്കെ സ്പെഷ്യൽ ഒരു ചെറിയ വീഡിയോസ് എടുത്തിടാം. അപ്പോൾ ശരി എന്നാൽ. അപ്പോൾ എല്ലാവരും യേശുമ്പരം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ മകളുടെ ഹെയർ മേക്കോറിന് വന്നാൽ നമ്മൾ 1 വർഷം മുമ്പ് ചെയ്ത മുടിയാണേ. ഇത് കാണാം. അത് പിന്നെ ഒത്തിരി ഉള്ളു വെച്ചൊന്ന് സ്വയം പറഞ്ഞ് ഒത്തിരി അകലെ എറണാകുളത്ത് നിന്ന് ഇവിടം വരെ തന്നെയാണോ. ഇവിടെ വരുന്ന എല്ലാവരും അകലക്കാരാണ് അധികവും. ഉണ്ടോ, ഇവിടെ വരെ നിറച്ച് മുടിയുണ്ടായിട്ടോ. ഇത് നിറച്ച് മുടിയുണ്ടായി. ഈ അറ്റത്തായിട്ടുള്ള ഈ മുടി ഇങ്ങനെ ഇതാണ് അവനവൻ്റെ മുടിയുണ്ടായിരുന്നു. നിറച്ച് തിക്കായി, നിറച്ച് യേശുവിൻ്റെ കറിയ മുടിയായി. അപ്പോൾ ഈ അടിക്കാൻ വന്നതാണ്. പണ്ടത്തെ പോലെ പൊട്ടലുമില്ല. ആഫ്റ്റർ കെയർ ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ട് പൊട്ടലും അങ്ങനെ ഒന്നുമില്ല. മുടിയൊക്കെ വൃത്തിയായി. അതാണ് ഇതൊക്കെ ചെയ്യുന്നവർ പിന്നെയും ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഈ മുടിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് നടക്കണ്ട. സൂപ്പറായിട്ട് മുടി അങ്ങനെ ഇരുന്നോളും സൂപ്പറായിട്ട്. അപ്പോൾ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. അതെ, ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞു. മുഖം കാണിക്കലെന്ന് പറഞ്ഞ് ചിരി വന്നതാണ്. അപ്പോൾ അതെ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായി. നല്ല ഉള്ളൊക്കെ ആട്ടോ. അതെ യേശുവെ സ്തോത്രം. ഇത് വേട്ട ഉള്ളുണ്ട്. യേശുവിൻ്റെ കൃപയാൽ കണ്ടോ. ഇപ്പം നല്ല മുടിക്ക് ഉള്ളായി. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ കളർ ചെയ്യണ കാരണം ഇടയ്ക്ക് ഇനി കരാട്ട ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ചില ഫ്രഷ്നെസ് വരും, അതെല്ലാവർക്കും വരും. എനിക്കൊക്കെ അങ്ങനെ വന്നാൽ ഞാൻ കരാട്ടിലേക്ക് പിന്നെ കെമിക്കലൊക്കെ ചെല്ലുമ്പോൾ 2 കെമിക്കലൂടെ ആകുമ്പോൾ കളറിങ് നമ്മൾ മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്യണമല്ലോ. അത് വലിയ മുട്ടൻ കെമിക്കലാണ്. പക്ഷെ ചെയ്യാണ്ടിരിക്കാൻ നിവൃത്തിയില്ലോ വൈറ്റ് ഹെയറിന്. അപ്പം അത് ചെയ്യാണ്ടൊരു നിവൃത്തിയില്ല. അതിപ്പോൾ ഹെന്ന ചെയ്താലും ഹെന്നയിലും ഡൈയുടെ കൂടി ഇട്ടിട്ട് ആ റെഡ് കളറ് ബർഗണ്ടി കളറൊക്കെ വന്നെ. എല്ലാവരും ഹെന്ന ഇതൊന്നുമില്ല കെമിക്കലില്ലെന്നും പറഞ്ഞാൽ മൈലാഞ്ചിപ്പൊടി ഉണങ്ങി തലയിൽ തേച്ച് നോക്കും, ഒരു കളർ പിടിക്കില്ല. ഇതിലേക്കൊക്കെ ഡൈയുടെ പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് കണ്ടോ അതിമനോഹരമായിട്ടുണ്ട്. യേശുവെ സ്തോത്രം. ഇത്രയും അകലേന്ന് വന്നിട്ട് ഇതിനെ തൃപ്തി കിട്ടിയെങ്കിൽ നമുക്കൊരു വിഷമമാവുമല്ലോ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടല്ല ഓരോരുത്തർക്കും ഇത്രയും അകലേന്ന് കുറച്ച് പുറത്താണ്. അവിടുന്ന് വീട്ടിൽ വന്നിട്ട് കെട്ടിയ ഹസ്ബൻഡ് ചോദിച്ചു എന്ന് പറഞ്ഞു, ഇത്രയും അകലെ പോകണമെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. എൻ്റെ യേശപ്പ നമ്മളെ വിശ്വസിച്ച് ഇവിടെ വരെ വന്നതിന് യേശുവിനെ പ്രതിഫലം കൊടുത്തതിന് സ്തോത്രം. അപ്പോൾ ചെയ്യാനുള്ളൊരു ധൈര്യസമയത്തെങ്കിൽ പോരെ. ശരി എന്നാൽ. ഇത് ഹെയർ മേക്ക് ഓവറിന് വന്ന കൊച്ചാട്ടോ. മോക്ക് ചെയ്യാൻ വന്നതാണ്. ഞാൻ ഈ മുടി ഞങ്ങളുടെ പരസ്യമാകുമെന്ന് പറഞ്ഞു. ആശാത്തേക്ക് വിശ്വാസമില്ല. ഇത് ചെയ്യണോ, ഈ ക്ലിപ്പോ അല്ലെങ്കിൽ വെച്ചു പിടിപ്പിക്കുന്ന മുടി പോലെ എന്തിന് ഇത് തന്നെ സൂപ്പർ ഹിറ്റ് ആക്കാൻ പറ്റുമെന്ന്. എങ്ങനെ മുടിയുള്ള ആര് സങ്കടപ്പെടണ്ട. യേശുബ്രാൻ അതൊക്കെ കണ്ടുപിടിക്കാനുള്ള പരിഹാരം നമുക്ക് തന്നില്ലേ. അപ്പോൾ ഈ മുടി ഇന്ന് കണ്ടു. ഇത് ഈ തവണത്തെ പരസ്യമായിരിക്കും നമ്മുടെ ഈ മുടി. നമ്മൾ ഇനി യേശുവിൻ്റെ കൃപയാൽ ഇതൊരു ഭയങ്കര മനോഹര, എനിക്ക് മുടിയുണ്ടെന്ന് തോന്നുമാറ് യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യട്ടോ. അതേ ഇവിടെ തലയോട്ടിയൊക്കെ കാണാട്ടോ. അതേ കണ്ടോ, ഓട് നോക്കാം. ആശാത്തിക്ക് ഇപ്പോഴും പേടിയാ. ചെയ്യണോ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒത്തിരി ചെയ്ത് എനിക്ക് ധൈര്യമുണ്ട്, ധൈര്യസമേതം ചെയ്തോളാൻ പറഞ്ഞിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന. അപ്പോൾ എനിക്കിതൊരു നിങ്ങൾ പ്രാർത്ഥിക്കണേ, ഒരു പരസ്യത്തിന് യേശുവിൻ്റെ കൃപയാൽ ഒരു പരസ്യമാക്കണം നമ്മുടെ കടയുടെ. ഇത് ശരി എന്നാൽ. ഈ മോക്കളെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞു. നിങ്ങൾ ഞെട്ടിയോ? ദേ ഇത് നോക്കാം. ദേ ഇത് കണ്ടോ, മുടി കിടക്കണ കാണാം. ആ മുടിയാണിത്. ഇതൊത്തിരി ഒതുക്കി തിളക്കി എടുത്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഭയങ്കരമായിട്ടും ഇങ്ങനെ ഒരു ഹെയർ ലാക്സിങ് എന്ന് പറയാന്നാലും അത്ര ഭയങ്കര സോഫ്റ്റായിട്ടാണ് ചെയ്ത് വിട്ടേക്കണേ. കാരണം ഓളിയും തോന്നിക്കാൻ അത്രയല്ലേ മുടി ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ കണ്ടതല്ലേ, ഇപ്പം നല്ല ഓളിയില്ലേ. ഇതിപ്പോൾ മുടി ഇരുന്ന് ആരെങ്കിലും പറയുമോ? ഇനി ആഫ്റ്റർ കെയറിലൂടെ യൂസ് ചെയ്യുമ്പോൾ പണ്ട് മുടി ഉണ്ടാകുന്ന പറയണേ ആ ലെവലിലേക്ക്, ചെറുപ്രായത്തിലെ ലെവലിലേക്ക് വന്നില്ലേലും കാരണം നിറച്ച് മുടി ഉണ്ടായിക്കോളും. അപ്പം അറ്റൻഡർ പേരൻസിനെ വെട്ടിക്കളഞ്ഞു. അറ്റൻഡർ ഇവിടെ മതി ഉണ്ടായിരുന്നു. അറ്റൻഡറും ചെയ്ത് വിട്ടാൽ മതി. അപ്പം നമുക്ക് മുടിയില്ലെന്നുള്ള വിഷമവും മാറും. അതിമനോഹരമായിട്ട് യേശുവിൻ്റെ കൃപയാൽ മുടി കിട്ടിയില്ലേ. പിന്നീട് മോക്കടെ ചെയ്യാൻ വന്ന കേട്ടോ. അമ്മേനെ ബലമായിട്ട് പിടിച്ചിരുത്തിയതാട്ടോ. എൻ്റെ മോനെ ഭയങ്കര ടെൻഷനായിരുന്നു.
കഴുകുമ്പോൾ പിന്നെയും പഴയ പോലെ ആവുമെന്ന്. ഇപ്പം കഴുകിയിട്ട് ഡ്രയർ വെച്ച് ഉണക്കിയുള്ളൂ. ഇത് പഴയ പോലെ ആവില്ല. ഇനി വെട്ടിപ്പോണവരെ ഈ മുടി ഇങ്ങനെ കിടക്കുള്ളൂ. തലേന്ന് കൃത്ത് വന്നത് നാച്ചുറലാണ് വരുള്ളൂ. പക്ഷെ അത് സ്പായൊക്കെ ചെയ്ത് മൾട്ടി വിറ്റാമിനും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോർമലായിട്ട് ഒത്തിരി ചുരുക്കൊക്കെ കുറഞ്ഞ് നല്ല മുടി വരും. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പൻ മകളെ ഏതാണ്ട് തിരിച്ചറിയാണ്ട് 2 മക്കളെ അങ്ങോട്ട് വിട്ടോ എന്ന് ചോദിക്കുമെന്നൊരു സംശയം. അങ്ങനെ ഒരു ഇതില്ല. യേശുവിന്റെ കൃപ എന്ന് പറഞ്ഞാൽ അതിമനോഹരായി. ആദ്യത്തെ മുടിയുടെ വീഡിയോ കണ്ടല്ലോ. ഇത് ഞങ്ങളുടെ പരസ്യമാണെന്ന് പറഞ്ഞ് ഞാൻ ബലമായിട്ട് പിടിച്ചു നിർത്തിയതാ. ഇങ്ങനത്തെ മുടി ചെയ്യുമ്പോൾ കേട്ടോ ഭയങ്കര നമുക്ക് സമാധാനവും സന്തോഷം, ഭയങ്കര രസം. മോക്കടെ മുടി ഭയങ്കര രസമാണ്. പക്ഷെ എനിക്ക് അതിലൊക്കെ ഒത്തിരി സന്തോഷം തോന്നണേ ഇതിന്റെ റിസൾട്ട് കണ്ടിട്ടാണ്. പുള്ളിക്കാരിക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്കറിയാവുന്ന ഗുഡ് റിസൾട്ട് കിട്ടുമെന്ന്. കാരണം ഇതിനു മുമ്പ് ഇതുപോലത്തെ മുടി വന്നിട്ട് ഒത്തിരി നല്ല റിസൾട്ട് കിട്ടി. ഇത് ഇഷ്ടപ്പെട്ട ചേച്ചിയൊക്കെ ഉടനെ വരുമെന്ന് പറഞ്ഞാൽ ചേച്ചി നാട്ടുകാർ അപ്പടി വരുമെന്ന് എനിക്കറിയാം. ഇങ്ങനത്തെ മുടി നമ്മുടെ പരസ്യമല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നാട്ടോ പറഞ്ഞേ. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? മുടിയില്ലാത്തവരൊന്നും ടെൻഷൻ അടിക്കുന്ന, ഉറപ്പായിട്ട് മുടി വളരാനുള്ള വിദ്യയൊക്കെ ഞാൻ പറഞ്ഞു എന്നുള്ള പറഞ്ഞ കേട്ടാൽ മതി. അതുപോലെ അനുസരിച്ചാൽ മതി. അപ്പോൾ ധൈര്യസമേതങ്ങി പോലെ ശരി എന്നാ. ഇത് നമ്മൾ തന്നെ ചെയ്യുന്നതാണോ? ഇതൊക്കെ പണ്ടത്തെ മുടിയാട്ടോ. എല്ലാ ആഫ്റ്റർ കെയർ നല്ല പറഞ്ഞ പോലെ കേൾക്കണം. കൊച്ചാണ് അത് നിറച്ച് മുടിയുണ്ടോ, നിറച്ച് ഒരു ഓട്ടയൊക്കെ ആയായിരുന്നു, നിറച്ച് മുടി ഉണ്ടായിരുന്നു. പെട്ടെന്ന് നീളണ കൊച്ചാ. ഇത് എൻ്റെ കൊച്ച് തന്നെയാട്ടോ, എൻ്റെ കൊച്ച് തന്നെയാണ്. അത് കാരണം ഇങ്ങനെ നേരത്തെ മുതൽ നമ്മുടെ കടയിലെ ആളാണ്, കസ്റ്റമർ ആണെന്നോ. കസ്റ്റമർ എന്നല്ല ഞാൻ പറയില്ല, പണ്ടത്തെ കസ്റ്റമറല്ലായിരുന്നു. എല്ലാം സ്വന്തം കൂടപ്പുറപ്പ് പോലെ. അവർ കൂടപ്പുറപ്പ് പോലും ഞാൻ സഹായിക്കാൻ പറ്റില്ല. അതുപോലെ നമ്മളെ ഈ രേവതി എന്ന് പറഞ്ഞ കടയുടെ ഒരു ഇങ്ങനെ ഓരോരുത്തർ സഹായിച്ച് ശരിയാവുന്നു. അതിൻ്റെ ഒരു മെയിൻ ആളാണ്. അപ്പോൾ ഹോം സയൻസ് പെയിൻറ്റിങ്ങൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന കൊച്ചായിരുന്നു. അപ്പോൾ കണ്ടോ ഈ മുടിയുടെ ഇവിടെ കുറച്ച് വെട്ടി കളയുക. അന്ന് മേരിക്കിങ്ങനെ ഇവിട്ടം വരെ മുടിയാണ്. മേരി ഭയങ്കര പെയിൻറ്റിങ്. ഹോം സയൻസ് പഠിക്കാനായി ആദ്യ കാലത്ത് ഞാൻ കുറച്ച് പിള്ളേരെ ഫേവറേറ്റ് പെയിൻറ്റിങ് ഇതൊക്കെ പഠിപ്പിക്കാറുണ്ട്. അന്നേരം മേരി പഠിക്കാൻ വന്നു. പിന്നെ മേരി പഠിപ്പിക്കാൻ എല്ലാവർക്കും മേരിയല്ല പെട്ടെന്ന് പഠിച്ചെടുക്കും. മേരി ഒരു എൻ്റെ പോലെ ഞാൻ പള്ളിയിലൊക്കെ പെയിൻറ്റിങ്ങും പള്ളിയൊക്കെ മേരി വരച്ചത് ഞാൻ വരച്ചാന്ന് പറഞ്ഞ് കൊടുത്തു. ഭയങ്കര പിടിക്കാണ് ഗ്ലാസ് പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ. എൻ്റെ അമ്മോട് പറഞ്ഞു ഭയങ്കര ഒരു ഉസ്താദാണ്. അപ്പോൾ ഒത്തിരി പേര് മേരി പഠിപ്പിക്കുന്ന കാലത്ത് ഒത്തിരി പേര് പഠിക്കാൻ പറ്റുമായിരുന്നു. ഹോം സയൻസ് മറ്റുള്ള ബോസിങ് എല്ലാം ഒരു ഇതായിരുന്നു, സംഭവമായിരുന്നു. അപ്പോൾ മേരിക്ക് അന്ന് ഇവിട്ടം വരെ മുടിയാണ്. അതിങ്ങനെ വള്ളി പോലെ പെട്ടെന്ന് നീളും. ഇത്ര വെച്ച് വെട്ടിയാലും മേരിക്ക് പിറ്റേ 2 മാസം കഴിഞ്ഞതിന് അല്ലേ പെട്ടെന്ന് നീളും. ഉള്ളില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ തിക്നെസ് ഒക്കെ ആയി തുടങ്ങിട്ടോ. മേരി പിന്നെ മൾട്ടി വിറ്റാമിനൊക്കെ എടുക്കണ്ട. അതൊക്കെ നമ്മളങ്ങനെ അങ്ങ് ഫോളോ അപ്പ് ചെയ്യില്ലോ. പിന്നെ സ്പായും ആഫ്റ്റർ കെയർ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മുടിയൊക്കെ ആണ്ട് നല്ല തിക്നെസ് വന്നു തുടങ്ങി. ഇനിയിപ്പോൾ പഴയ മുടിയൊക്കെ വെട്ടിക്കാണും. അപ്പം മുടി ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. മുടി പോണതിന് പകരം നിറച്ച് ഉണ്ടായിക്കോളും. നിറച്ച് തിക്നെസ് വരും. ശരിക്കും കണ്ടല്ലോ അല്ലേ തിക്നെസ്. ഇപ്പം ആവശ്യത്തിന് മുടിയായില്ലേ, ഇവിടെയൊക്കെ നല്ല മുടിയായില്ലേ. ഇനി ഇത് പണ്ടത്തെ മുടിയൊക്കെ കുറച്ച് വെട്ടിക്കളയണം. ഇത്രയൊക്കെ വെട്ടിക്കാണും. അപ്പോൾ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമാകുന്ന കാഴ്ച 4 മണിക്കൂർ കഴിയുമ്പോൾ കാണാം. മേരിക്കുഞ്ഞിൻ്റെ മുടി ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെ ഈ മുടിയൊക്കെ ഇപ്പോൾ സോഫ്റ്റായി, പൊട്ടലൊക്കെ താണു. പക്ഷേ എങ്കിൽ ഈ തലേന്ന് കെളുത്ത് വന്നേക്കണേ നമ്മൾ ചെയ്യാത്ത മുടി കംപ്ലീറ്റ് പൊട്ടലുണ്ട്. അപ്പം ഞാൻ പറയുന്നത് എന്നായാലും ഡിഗ്രിയൊക്കെ ടെസ്റ്റ് ചെയ്യണം. പറഞ്ഞ പോലെ സിങ്കോവൈറ്റും ഇതൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെ ആരോഗ്യം ഈ ആശാത്തിന് മുടിക്കൊരു ഗ്ലോ കൊണ്ടുണ്ടാകും. കണ്ടോ ഞാൻ കല്യാണത്തിന് മുമ്പത്തെ അത് കേൾക്കുമ്പോൾ മേൽക്കുലി കൂടെ പറയും അത് പണ്ട് കല്യാണത്തിന് മുമ്പത്തെ കാര്യങ്ങൾ വർഷങ്ങൾ 10-20 വർഷമൊക്കെ ആയി കല്യാണം കഴിഞ്ഞിട്ട്. 20 വർഷം മുമ്പത്തെ കഥയായിട്ട് പറഞ്ഞത്. അന്ന് തിളക്കം ഉണ്ടാകുന്ന തിളക്കം കുറഞ്ഞത്. നമ്മൾ തിളക്കമൊന്നും കുറയാൻ പാടില്ല. എന്നെ കുടിക്കുന്ന വലിയ തിളക്കയിലായിരുന്നു, ഡ്രൈ ഹെയറായിരുന്നു. ഇതൊക്കെ നല്ല തിളക്കത്തിൽ ഉള്ളിലായിരുന്നെങ്കിൽ നീണ്ടു കിടന്നാണ്. അപ്പോൾ തിളക്കം നഷ്ടപ്പെട്ടപ്പോൾ ഹെൽത്ത് കുറവാണ്. നല്ല തടി വയ്ക്കേണ്ടായിരുന്നു ഞാൻ സാധ്യ. ഫുഡ് കൺട്രോൾ ചെയ്യണോ, സ്ലിമ്മായിട്ടിരിക്കണോ, നല്ല അന്ന് ഇങ്ങനെ കെട്ടിക്കണ വിചാരമൊന്നും ഇല്ലായിരുന്നു. അന്ന് ഡയറ്റ് ചെയ്യാനും പറ്റുള്ളൂ. ഇപ്പോഴാണ് കൊണ്ടുപിടിച്ച് സ്ലിം ബ്യൂട്ടി ആയിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മൾ
ഫുഡ് കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് മൊത്തത്തിൽ വിറ്റാമിൻ കുറയുമല്ലോ. അപ്പം അതിൻ്റെ ഇപ്പം കണ്ടോ അറ്റ അപ്പടി അങ്ങ് വെട്ടിക്കളഞ്ഞു. മുടി ഉള്ളെന്ന് നമുക്ക് തിക്കായിട്ട് കിടക്കട്ടെ. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് സ്പാ ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം മുടി നന്നായിട്ടുണ്ടായിക്കോളും. അപ്പോൾ ആഫ്റ്റർ കെയർ ഷാമ്പൂ ഇതെല്ലാം യൂസ് ചെയ്യണം. പിന്നെ മൾട്ടി വിറ്റാമിൻ D3 ടെസ്റ്റ് ഞാൻ എപ്പോഴും പറഞ്ഞത് എനിക്ക് പറ്റിയ എൻ്റെ പല്ലെല്ലാം പോയി അത് ഇത് മുടി നരച്ചു ഇതൊന്നും നിങ്ങൾക്ക് വരാതിരിക്കാനായി എനിക്ക് എന്തിൻ്റെ കുഴപ്പമാണ്. നിങ്ങൾ D3 ടെസ്റ്റ് ചെയ്യണം D3 ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പനങ്കല ഉണ്ടാകണ്ടേ. അപ്പോൾ പനങ്കല ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇതെല്ലാം ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? അതെ മുടി മുടി മുഖം കാണിച്ച കൊച്ചാർന്നല്ല മറന്നു പോയിക്കോ നമ്മുടെ കൊച്ചല്ലേ. അപ്പോൾ ഭയങ്കര ചേഞ്ച് വന്നില്ലേ. ആശാത്തിക്ക് ഇങ്ങനെ ചെയ്താലാണ് ഭംഗി. ഇങ്ങനെ മുടിയുടെ ഇവിടെ വരെ കിടന്ന മുടിയാട്ടോ വെട്ടി വെട്ടി മുടി വളർത്തുന്ന മുടി വീഴ്ചയില്ല, പെട്ടെന്ന് നീളും. പക്ഷെ വാല് പോലെ കിടക്കണമെന്ന് പറഞ്ഞാൽ വെട്ടിയത് പെട്ടെന്ന് നീളും. എനിക്കും ഇപ്പം എൻ്റെ തടി കുറഞ്ഞാൽ എനിക്ക് മുടി ഇങ്ങനെ ഇച്ചിരി വെട്ടിയിരുന്ന വലിയ ഇഷ്ടമാണ്. എനിക്ക് ഒത്തിരി നീളം ഇഷ്ടമല്ല, എനിക്ക് ഇങ്ങനെ ആട്ടിയൊക്കെ ഇടുന്നുണ്ട്. പക്ഷെ ഇപ്പം പുറത്തെ തടി ഇങ്ങനെ കാണുമോ, ഞാൻ സ്ലിം ആകട്ടെ, ഞാൻ വെട്ടി ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടാണ് പോയത്. പക്ഷെ ഞാൻ മുടി വെട്ടിപ്പോൾ ആൾക്കാർ വേറെ വെട്ടി കഴിഞ്ഞ ദിവസത്തെ ഇത്രയും വെട്ടി. പക്ഷെ ഒരു മനുഷ്യനോട് ചോദിച്ചിരുന്നേ, ഞാൻ എല്ലാവരോടും പറയും എൻ്റെ മുടി വെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. ആരും ചോദിച്ചില്ല അത് എൻ്റെ മുടിയൊക്കെ വെട്ടി എന്തിനാന്ന് പറഞ്ഞു പോയില്ലേ. പക്ഷെ ഇത് തന്നെ അത് കുഴപ്പമില്ല, അങ്ങനെ പെട്ടെന്ന് നീണ്ടോളും. മുടി എന്ന് പറയുന്ന സാധനം നഖമൊക്കെ വെട്ടിയാൽ നീളുന്ന സംഭവമാണ്. അതിങ്ങനെ വലിയ എൻ്റെ മുടി വെട്ടിയോ വളരുവോ പോയോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയൊക്കെ മനസ്സ് ഫ്രീ ആയിട്ട് ആഹാരം കഴിച്ചാലേ മുടി ഉണ്ടാവുള്ളൂ. പച്ച കളറുള്ള ഫുഡ്, ഇലക്കറി, പച്ച കളറിലെല്ലാം കഴിച്ചാൽ മുടി നന്നായിട്ടുണ്ടാവും. മുട്ട എല്ലാം കഴിച്ചു. അപ്പം ശരി.